പറഞ്ഞ കാര്യങ്ങൾ പിന്നെ അടുത്തൊരു ക്ലാസ്സിൽ ചോദിക്കുമ്പോൾ നമുക്ക് അറിയില്ലെങ്കിൽ അത് വളരെ മോശമാണ്. ഇപ്പൊ 9ാം ക്ലാസ്സിൽ ചോദിച്ച ഈ ഒരു പഠിച്ചൊരു കാര്യം എല്ലാവർക്കും ഓർമ്മ വെക്കേണ്ട ഒരു കാര്യമാണ് ശരിക്കും. കാരണം എന്താണെന്നറിയോ, കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ അത് ആറ്റം ആണ്. അതായത് കെമിസ്ട്രി പോണത് തന്നെ ആറ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും വരും. നിങ്ങൾ ഏതൊരു ചാപ്റ്റർ നോക്കിക്കൊണ്ടും അതിനകത്ത് മെയിൻ ആയിട്ട് സ്ട്രീമിലേക്ക് വരുമ്പോൾ ഏതൊരു ഭാഗത്തും ഈ ആറ്റവുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ചാപ്റ്ററും നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. മെയിൻ ആയിട്ട് ആറ്റവുമായി റിലേറ്റ് ചെയ്ത ഭാഗങ്ങളായിരിക്കും വരിക. അതായത് എല്ലായിടത്തും ആറ്റം പറയണമെന്നല്ല, എല്ലാം പറഞ്ഞു വരുമ്പോൾ അതിൽ ആർക്ക് റോൾ ഉണ്ടാവും? ആറ്റത്തിന് റോൾ ഉണ്ടാവും. അത് ചെറിയ 8ാം ക്ലാസ് തൊട്ടിട്ട് ഏത് ഹയർ ലെവലിൽ കെമിസ്ട്രി ബേസ് ചെയ്ത് നിങ്ങൾ പോയാലും നിങ്ങൾ ഈ ആറ്റം എന്ന് പറയുന്ന ടേം കേൾക്കും. പക്ഷെ ഏത് വലിയ ക്ലാസ്സിലെത്തിയാലും എന്താണ് ആറ്റം, അതുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിച്ചാൽ പലർക്കും എപ്പോഴും സംശയമാണ്. അത് ഉണ്ടാവാറുണ്ട്. സംഭവം ചെറിയൊരു സാധനമാണെങ്കിൽ പോലും അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ വളരെ 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 കൂടുതലായിരിക്കും. അതായത് ആ സമയത്ത് നമുക്ക് ചോദിച്ചാൽ പറയാൻ കിട്ടില്ല. എല്ലാവർക്കും എന്നല്ല, ചില ആളുകൾക്ക് അത് ഡൗട്ടായി പോകും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതായതുകൊണ്ട് ഇപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ചോദിക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, ചോദിക്കാൻ എളുപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യം ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ലാതെ ഒന്നും പഠിപ്പിക്കാതെ ഇപ്പൊ ചോദിക്കാൻ പറ്റുമോ? അത് കഴിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അറിയുന്ന ഒരു ഭാഗം ആയതുകൊണ്ടാണ് ഞാനിത് ചോദിക്കാൻ എളുപ്പമാണെന്ന് പറയുന്നത്. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം. ചാപ്റ്ററിന്റെ മെയിൻ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ചാപ്റ്ററിന്റെ തുടക്കം വെച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞ് അതുമായി റിലേറ്റ് ചെയ്ത് എങ്ങനെ പോവാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോ ഇത് ആദ്യകാലം തൊട്ട് തന്നെ, പഴയ കാലം തൊട്ട് തന്നെ ഈ ആറ്റം എന്ന് പറയുന്ന വാക്ക് ആദ്യം വന്നിട്ടില്ല എന്ന് മാത്രം. അതായത് ആദ്യകാലം തൊട്ടേ ഉണ്ടായിരുന്നു, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ ഈ ആറ്റോമിയോ എന്ന് പറയുന്ന, ശ്രദ്ധിക്കണേ, പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ആരും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളത് പറയണം. ഓക്കെ, അപ്പൊ നോക്കുക. അറ്റോമിയോ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡ് നിന്നാണ് ഈ ആറ്റം എന്നുള്ള വാക്കുണ്ടായത്. അറ്റോമിയോ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡ്. ദ ആറ്റം ഇസ് ഇൻട്രൊഡ്യൂസ്ഡ് ഫ്രം എ ഗ്രീക്ക് വേർഡ് ദാറ്റ് ഈസ് നോൺ ആസ് അറ്റോമിയോ. അറ്റോമിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രീക്ക് വേർഡ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. അറ്റോമിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊനൗൺസിയേഷന്റെ ഡിഫറൻസ് ആണ് അറ്റോമിയോ എന്ന് പറയുന്നത്. ഈ അറ്റോമിയോ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡ് നിന്നാണ് ആറ്റം എന്ന് പറയുന്ന വാക്കുണ്ടായത്. So the atom, the word derived from a Greek word. That Greek word is atomio. The meaning of atomio is non-divisible. 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 Non-divisible എന്ന് പറഞ്ഞാൽ വീണ്ടും ചെറുതാക്കാൻ പറ്റാത്തത് എന്നാണ് അർത്ഥം. That is uncuttable എന്നും പറയാം. ഓക്കെ, അൺകട്ടബിൾ, കട്ട് ചെയ്യാൻ പറ്റാത്തത്. വീണ്ടും പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ചെറുതാക്കാൻ പറ്റില്ല. ഓക്കെ, the name atom is derived from a Greek word. That Greek word is known as atomio, and the meaning of atomio is non-divisible. Non-divisible, ചെറുതാക്കാൻ അല്ലെങ്കിൽ വീണ്ടും ചെറുതാക്കാൻ പറ്റാത്തത്, മുറിക്കാൻ പറ്റാത്തത് എന്നാണ് അർത്ഥം. Uncuttable, that is the meaning of that word atomio. മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആരും ഒന്നും പറയുന്നില്ല. കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. ആരെങ്കിലും ഒരാൾ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ക്ലിയർ ആവുണ്ടല്ലോ അല്ലേ? ഓക്കെ, ശരി. അപ്പൊ നമ്മൾ പറഞ്ഞത് അറ്റോമിയോ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡ് എന്നാണ്. എല്ലാവരും ശ്രദ്ധിക്കണേ. ദ ആറ്റം എന്ന് പറയുന്ന വാക്ക് അറ്റോമിയോ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡ് എന്ന് വന്നതാണ് ആറ്റം. ദറ്റ് മീനിങ് ഈസ് നോൺ ഡിവിസിബിൾ ഓർ അൺകട്ടബിൾ. ചെറുതാക്കാൻ പറ്റാത്തത്, വീണ്ടും മുറിച്ച് ചെറുതാക്കാൻ പറ്റാത്തത് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, പക്ഷേ അന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുതാക്കാൻ പറ്റാത്ത അതിന് ഈ കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമായിട്ടുള്ള ഒരു സയന്റിഫിക് പ്രൂഫ് ഇല്ല, എക്സ്പെരിമെന്റൽ പ്രൂഫ് ഇല്ല. സയൻസിന് വേണ്ടത് എപ്പോഴും ഒരു എക്സ്പെരിമെന്റൽ പ്രൂഫ് വേണം. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തെളിവ് വേണം, പ്രൂഫ് വേണം, അല്ലെങ്കിൽ തെളിയിക്കണം. ഇതിന് പറ്റിയില്ലെങ്കിൽ അത് എന്ത് ചെയ്യില്ല, അംഗീകരിക്കപ്പെടില്ല. അപ്പൊ ഏതൊരു മാറ്റർ, ദ മാറ്റർ ഈസ് മെയിൻലി കണ്ടെയ്ൻസ് ആറ്റം എന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് മാറ്ററിനകത്ത് എന്തുണ്ട്? സബ്ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത, ചെറുതാക്കാൻ പറ്റാത്ത എന്തുണ്ട്? പാർട്ടിക്കിൾ ഉണ്ട് എന്നുള്ളത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് എന്തില്ല? പ്രൂഫ് ഒന്നുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നാൽ അതിന് പ്രൂഫ് അടക്കം, അല്ലെങ്കിൽ അതിനൊരു കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ, വിശദീകരണം കൊടുത്തത് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ആ സയന്റിസ്റ്റ് ആയിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര്? What is the name of that scientist? John Dalton. Okay, his name is John
ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ജോൺ ഡാൾട്ടൺ. ഓക്കെ, ജോൺ ഡാൾട്ടൺ, ദാറ്റ് ഇസ് ഹിസ് നെയിം, ജോൺ ഡാൾട്ടൺ. അപ്പൊ ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന ഈ സയന്റിസ്റ്റ് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് 1808 1808 അദ്ദേഹം എന്ത് കൊണ്ടുവരുന്നത്? ഈ തിയറി കൊണ്ടുവരുന്നത്. ഹി ജസ്റ്റ് ഗീവ് ഓൺ ദ ബേസിസ് ഓഫ് സയന്റിഫിക് ബേസിസ്, ഓൺ ദ റിലേഷൻ വിത്ത് സയന്റിഫിക് ബേസിസ്, ശാസ്ത്രീയമായി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാണ് ചെയ്യുന്നത്, സയന്റിഫിക് ആയിട്ട് തന്നെ. നമ്മൾ നോക്കണം, ബി സിയിലൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ അത് കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞ് AD 1808 പിന്നെ അതിന് എന്ത് വരുന്നത്? സയന്റിഫിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ വരുന്നത് അതിനുശേഷമാണ്. പിന്നെ അതിന്റെ ഇടയിൽ അതിനെ പറ്റിയുള്ള ചർച്ചയില്ല, ഡിസ്കഷനിലോ ഒന്നുമില്ല, സയന്റിസ്റ്റിനെ കുറിച്ച് അറിവുമില്ല. അത് കഴിഞ്ഞ് തുടക്കം, അതായത് ഈ ഒരു ആറ്റം എന്ന് പറയുന്ന വാക്കിനെ കുറിച്ചുള്ള തുടക്കവും അതുമായിട്ടുള്ള തിയറി ഒക്കെ കൊണ്ടുവരുന്നത് ആരാണ്? ഫസ്റ്റ് കൊണ്ടുവരുന്നത് ജോൺ ഡാൾട്ടൺ ആണ്. സോ ജോൺ ഡാൾട്ടൺ ഹീസ് ഇൻട്രൊഡ്യൂസ്ഡ് എ തിയറി ദാറ്റ് ഈസ് നോൺ ആസ് ഡാൾട്ടൺസ് ആറ്റോമിക് തിയറി. അപ്പൊ ഡാൾട്ടൺസ് ആറ്റോമിക് തിയറി എന്ന് പറയുന്ന തിയറി കൊണ്ടുവന്നത് ജോൺ ഡാൾട്ടൺ ആണ്. അതുകൊണ്ടാണ് അതിന്റെ പേരെന്തായത്? ആറ്റോമിക് തിയറി ആയത്. ഇൻ 1808 ആറ്റോമിക് തിയറിയുമായിട്ട് കൊണ്ടുവന്നത് 1808 1808. അപ്പൊ അതിൽ പറയുന്ന മെയിൻ പോയിന്റ് എന്താണ്? അതാണ് ആദ്യം ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഇസ് ദ മെയിൻ പാർട്ടിക്കിൾ ഇൻ എ മാറ്റർ, ഇറ്റ് ഈസ് ആറ്റം. അല്ലെ, ഒരു മാറ്ററിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പാർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചാൽ ആറ്റം ആണ്. ദാറ്റ് മീൻസ് അൾട്ടിമേറ്റ് പാർട്ടിക്കിൾ ഓഫ് മാറ്റർ ഇസ് ആറ്റം. ആറ്റം ആണ് ഒരു മാറ്ററിലെ, മാറ്റർ എന്ന് പറഞ്ഞാൽ പദാർത്ഥം. മലയാളം മീഡിയക്കാർക്ക് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ വാക്ക് പറഞ്ഞാൽ അറിയുണ്ടാവും, എന്നാലും ഞാൻ പറയാണ്. മാറ്റർ എന്ന് പറഞ്ഞാൽ പദാർത്ഥം, വസ്തുക്കൾ എന്നൊക്കെ പറയില്ലേ നമ്മൾ പൊതുവെ, പദാർത്ഥം, മാസുള്ളത് എന്തോ അത്. അപ്പൊ മാറ്ററിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണ് എന്ത്? ആറ്റം. അപ്പൊ ഈ ആറ്റം എന്ന് പറയുന്നതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് ജോൺ ഡാൾട്ടൺ ആറ്റമിക് തിയറിയിൽ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡിവൈഡ് ആൻ ആറ്റം ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ ടൈമിൽ അല്ലെങ്കിൽ ഒരു ആറ്റത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ചെറുതാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ദ അൾട്ടിമേറ്റ് പാർട്ടിക്കിൾ ഓഫ് എ മാറ്റർ ഇസ് ആറ്റം. ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പാർട്ടിക്കിൾ, കണം, പാർട്ടിക്കിൾ ആണ് ആര്? ആറ്റം. ഇറ്റ് നോട്ട് പോസിബിൾ ടു ഡിവൈഡ്. അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാൻ, കട്ട് ചെയ്യാൻ പറ്റില്ല, ചെറുതാക്കാൻ പറ്റില്ല. ദാറ്റ് ഇസ് ദി മൈന്യൂട്ട് പാർട്ടിക്കിൾ. അതാണ് ആ ഒരു മാറ്ററിൽ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ആറ്റമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആറ്റമിക് തിയറിയിലാണ്. ആ തിയറിന്റെ പോസ്റ്റ്ലേറ്റ്സ് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓൾറെഡി 9th അത് പഠിച്ചിട്ടുണ്ട്. ഏകദേശം 6ഓളം പോയിന്റ്സ് ആണ് അതിൽ വരുന്നത്. ആ 6ഓളം പോയിന്റ്സ് നിങ്ങൾ ഇനിയും പഠിക്കുന്നുണ്ട്. സാറ് ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങി വെച്ചതുകൊണ്ടാണ് പിന്നെ ഞാൻ ആ പോയിന്റ് പറയാത്തത്. അവിടെയാണ് ഡാൾട്ടന്റെ ആറ്റോമിക് തിയറി എന്താണെന്നുള്ളതും അതിലെ പോസ്റ്റ്ലേറ്റ്സും പറയുന്നത്. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിലാണ്. കാരണം ആ ചാപ്റ്ററിന്റെ പേര് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ആണ്. അതായത് കെമിസ്ട്രിയിൽ നമുക്ക് കിട്ടേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങളെ കുറിച്ചാണ് ആ ചാപ്റ്ററിൽ പറയുന്നത്. അതായത് നമ്മൾ 8, 9, 10 ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള എല്ലാ കോമൺ ആയിട്ടുള്ള കെമിസ്ട്രിയിലെ കോൺസെപ്റ്റുകളെയും കൂട്ടിച്ചേർത്തിട്ട്, എസ്പെഷ്യലി ആറ്റവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഈ ആറ്റോമിക് തിയറി, അതുപോലെ തന്നെ കുറച്ച് ലോസ് ഒക്കെ ഉണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പഠിച്ചതാണ് കേട്ടോ അതൊക്കെ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ, മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്നൊക്കെ പറയുന്ന കുറച്ച് ഭാഗങ്ങൾ വരുന്നുണ്ട്. അത് അവിടെ വ്യക്തമായിട്ട് പറയുന്നത് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? സൗണ്ട് കുറച്ച് കുറവുണ്ട് സർ. നല്ല കുറവുണ്ടോ? ആ, കുഴപ്പമില്ല, കേൾക്കുന്നുണ്ട്, എന്നാലും കുറച്ച് കുറവുണ്ട്. സൗണ്ട് കൂട്ടണോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ എന്താ പറയാ, പറഞ്ഞു പോകുന്നതിന്റെ ഇടയ്ക്ക് അതുകൊണ്ടാണ്. അപ്പൊ ക്ലിയർ ആവട്ടോ. ഇപ്പൊ സൗണ്ട് പറ്റ കുറയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ, റെഡി ആക്കി തരാം. ഓക്കെ. അപ്പൊ അങ്ങനെ ഈ ആറ്റം എന്ന് പറയുന്നതിൽ ഏറ്റവും റിലേറ്റഡ് ആയിട്ട് വരുന്ന, ഞാൻ പറഞ്ഞു ഡാൾട്ടൺസ് ആറ്റമിക് തിയറി, അതിന് 6ഓളം പോസ്റ്റ്ലേറ്റ്സ് വരുന്നുണ്ട്. ഈ 5-6ഓളം പോസ്റ്റ്ലേറ്റ്സ് നിങ്ങൾ, അതല്ലെങ്കിൽ അതിന്റെ ഐഡിയാസ്, മേജർ ഐഡിയാസ് നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ ബേസിക് കോൺസെപ്റ്റിലാണ് അത് പഠിക്കാനുള്ളത്. അത് പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ സാറ് അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കിട്ടും. ഓൾറെഡി നിങ്ങൾക്ക് കുറെയൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എന്ത്, ഞാൻ നേരത്തെ ഞാൻ മോളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാറ്ററിലുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണ് ആറ്റം.
ആറ്റം ആണ് ഒരു മാറ്ററിന്റെ ബേസ് എന്നുള്ളതുകൊണ്ട് തന്നെ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഏറ്റവും മൈന്യൂട്ട് പാർട്ടിക്കിൾ ആണ്, ദാറ്റ് വിൽ ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ദെൻ ദ ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് ഹാവ് സെയിം മാസ് ആൻഡ് പ്രോപ്പർട്ടി എന്നൊക്കെ പറയുന്ന കുറച്ച് പോയിന്റ്സ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് ഫസ്റ്റ് ചാപ്റ്ററിൽ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പൊ ഇപ്പൊ തന്നെ പറഞ്ഞ് വീണ്ടും വീണ്ടും പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞത്. അത് ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ആ ആറ്റോമിക് തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അതിൽ പറഞ്ഞൊരു പ്രധാന ഭാഗം എന്ന് പറഞ്ഞത് ആറ്റം ഈസ് ദി അൾട്ടിമേറ്റ് പാർട്ടിക്കിൾ. ആറ്റം ഇസ് ദ അൾട്ടിമേറ്റ് പാർട്ടിക്കിൾ ഓഫ് മാറ്റർ. മാറ്റർ പദാർത്ഥത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാള് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പാർട്ടിക്കിൾ കണം എന്ന് പറയുന്നത് ആരാണ്? ആറ്റം ആണ്. അപ്പൊ ഈ ആറ്റം ആണ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ. ഇതിന്റെ അകത്ത് അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് എന്തുണ്ട് നമ്മൾ പിന്നെ പഠിച്ചിട്ടുണ്ട്. പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ദ ആറ്റം കണ്ടെയ്ൻസ് മെയിൻലി ദ സബാറ്റോമിക് പാർട്ടിക്കിൾ. ദേ ആർ നോൺ ആസ് പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ. ഓക്കെ, 3 സബ് ആറ്റോമിക് പാർട്ടിക്കിൾ. മറ്റ് കണങ്ങൾ കൂടി ഇതിന്റെ അകത്ത് ചെറു കണങ്ങൾ കൂടി ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. സബ് ആറ്റോമിക് പാർട്ടിക്കിൾ ഉണ്ടെന്ന്. അതിന്റെ പേരാണ് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. നമുക്ക് അതിലേക്കാണ് വരേണ്ടത്. ഈ പ്രോട്ടോൺ, ഇലക്ട്രോൺ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് വേണം സ്ട്രക്ചറിനെ കുറിച്ച് പറയാൻ. കാരണം ചാപ്റ്ററിന്റെ പേര് തന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നാണ്. അപ്പൊ സ്ട്രക്ചറിനെ കുറിച്ച്, ആറ്റത്തിന്റെ മാതൃകയെ കുറിച്ച്, രൂപത്തെ കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. വളരെ എളുപ്പമാണ്. നമുക്ക് പറയുമ്പോൾ കുറെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇത്ര അധികം ഉണ്ടോ എന്നൊക്കെ തോന്നും. പക്ഷെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ അതിനൊന്നും കൂടി ഒന്ന് ഒരു ബൈ സ്റ്റെപ്പും കൂടി കുറച്ചൊന്ന് കൂട്ടി പഠിക്കാനുണ്ട് എന്ന് മാത്രം. അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളത് വലിയ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ വിചാരിക്കുകയും വേണ്ട. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കി പോവാൻ പറ്റും. ഇനി ആ പുസ്തകത്തിനകത്ത് ടെക്സ്റ്റ് ബുക്ക് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ചിലപ്പോൾ പലരുടെയും കയ്യിലുണ്ടാവാം, അല്ലെങ്കിൽ അതിന്റെ PDF ഉണ്ടാവാം. അതിൽ നോക്കുമ്പോൾ പല കാര്യങ്ങളും അതിൽ പുസ്തകത്തിൽ കാണുമ്പോൾ കുറേ ഉണ്ട് നമുക്ക് തോന്നും. ചിലതൊക്കെ എക്സ്ട്രാ റീഡിംഗ് ആയിട്ട്, അതായത് എക്സാമിന് വരാത്ത കുറെ ഭാഗങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. അത് നമുക്ക് ആ സമയത്ത് ഓരോ ഭാഗം എടുത്ത് പോകുന്ന സമയത്ത് നമുക്ക് പറയാം. ഓക്കെ, അത് നിങ്ങൾ അതിനെ കുറിച്ച് ടെൻഷൻ ആവണ്ട. ഏതാണോ വ്യക്തമായിട്ട് നമുക്ക് വേണ്ടത് അത് നമ്മൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കും. ഓക്കെ, ഇനി ഞാൻ ആരോടെങ്കിലും നമ്മളിങ്ങനെ പറയുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ മാത്രമായി കഴിഞ്ഞാൽ അത് വെറും എന്താ പറയാ ലെക്ചറിങ് മാത്രമായിട്ട് മാറും. അതുകൊണ്ടാണ് ആരോടെങ്കിലും ഒക്കെ ഒന്ന് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാന്നുള്ള രൂപത്തിൽ ഞാൻ വിചാരിക്കുന്നത്. അതിൽ 1-2 ആളുകളെ കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ അല്ല കേട്ടോ, നമ്മൾ പഠിച്ചിട്ടുള്ള 1-2 കാര്യങ്ങളെ കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അതില് മെഹബൂബ ഒന്ന് മൈക്ക് ഓൺ ചെയ്യൂ. മെഹബൂബ. ഓക്കെ, മെഹബൂബ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ മോളു? ഇല്ല, അവിടുന്ന് ഒന്നും പറയുന്നില്ല. ഓക്കെ, റിഷാന ഒന്ന് മൈക്ക് ഓൺ ചെയ്യൂ. റിഷാന. റിഷാനക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എങ്ങനെ കേൾക്കുന്നില്ല? ദിയ ഇപ്പൊ കേൾക്കുന്നുണ്ടോ മോള്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? റിഷാന, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. റിഷാന മലയാള മീഡിയം ആണോ പഠിച്ചത്? അതെ, മലയാള മീഡിയം ആണ്. ഓക്കെ, അത് കുഴപ്പമില്ല കേട്ടോ. അതിനല്ല ഞാൻ ചോദിക്കുമ്പോ പറയണത് മനസ്സിലാവാൻ വേണ്ടിട്ടാട്ടോ അങ്ങനെ ചോദിച്ചത്. സർ ഹംഫ്രി ഡേവി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെ കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? സർ ഹംഫ്രി ഡേവി എന്ന് പറയുന്ന ഓർമ്മയില്ല, കുഴപ്പമില്ല സാരല്ല. ഞാൻ പഠിച്ചത് ഓർമ്മയുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചാണ്. സർ ഹംഫ്രി ഡേവി എന്ന് പറയുന്ന സയന്റിസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇല്ല, ഓർമ്മയില്ല. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, മൈക്ക് ഓഫ് ചെയ്തോളൂ. ദിയ.
സർ ദിയ നേരത്തെ മൈക്ക് ഓൺ ചെയ്തിരുന്നു. അപ്പൊ വംശിത പറയണ പിന്നെ എനിക്ക് കേട്ടു, അതുകൊണ്ടാണ് പിന്നെ പറയാഞ്ഞത്. എന്താ പറയാ, ഈ സർ ഹംഫ്രി ഡേവി എന്ന് പറയുന്ന സയന്റിസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്താ കേട്ടെ? ആലോചിക്കാണോ ദിയ? ഞാൻ പറഞ്ഞത് ആലോചിക്കാണോ? കുറെ സമയം ആലോചിക്കരുത്, നമ്മളെല്ലാരും ഇല്ലേ. സർ കേൾക്കണില്ല, ഒന്നുകൂടി പറയോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ അല്ല, ഞാൻ എന്താ പറയുന്നത്? പറഞ്ഞു കേട്ടില്ല. സർ ഹംഫ്രി ഡേവി എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കേട്ടോ? ഞാൻ ചോദിച്ചത് കേട്ടോ? കേട്ടിട്ടുണ്ട്. എന്നാ പോരട്ടെ. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം എന്തായിരുന്നു? അയാളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, വേറൊന്നും എനിക്കറിയില്ല. ഈ പേര് കേട്ടിട്ടുണ്ടെന്ന് ബാക്കിയുള്ള ഒന്നും അറിയില്ലെന്നാണോ? ഓക്കെ, ശരി, മൈക്ക് ഓഫ് ചെയ്തോളൂ. ആരെങ്കിലും, എനിവൺ, നമ്മളിപ്പോ ഏകദേശം ഒരു 10-20ഓളം കുട്ടികൾ ഇതിനകത്തുണ്ട്. ആർക്കെങ്കിലും ഈ സർ ഹംഫ്രി ഡേവി എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ്, സർ ഹംഫ്രി ഡേവി എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയോ? പറഞ്ഞാൽ തെറ്റിക്കോട്ടെ, ഒരു കുഴപ്പമില്ല കേട്ടോ. പറഞ്ഞു തെറ്റി, അതിനൊന്നും ഒരു നാണക്കേടില്ല. നമ്മൾ തന്നെയല്ലേ ഉള്ളൂ, നമ്മൾ പരസ്പരം കാണുപോലില്ല പലരും. അപ്പൊ അതുകൊണ്ട് ആണ് പറയുന്നത്, പറഞ്ഞു തെറ്റി എന്ന് വിചാരിച്ചത് ഞാൻ പറഞ്ഞ തെറ്റാവോ അല്ലെങ്കിൽ ഒക്കെ പറയണത് ശരിയായിക്കോണമെന്നൊന്നുമില്ല. ചിലപ്പോ പറയുമ്പോഴൊക്കെ തെറ്റിപ്പോവും. ആർക്കെങ്കിലും സർ ഹംഫ്രി ഡേവി എന്ന് പറയുന്ന സയന്റിസ്റ്റ് എന്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം, എന്താ അദ്ദേഹം ചെയ്തെന്ന് അറിയോ? ഇല്ല. എന്നാ ഞാൻ വേറൊരു സയന്റിസ്റ്റിന്റെ പേര് വയ്ക്കാം, അതിനെപ്പറ്റി കേട്ട് അറിയുന്നുള്ളവരൊന്ന് മൈക്ക് ഓൺ ചെയ്ത് പറയൂ. മൈക്കൽ ഫാരഡേ. മൈക്കൽ ഫാരഡേ ഈ സയന്റിസ്റ്റിനെ കുറിച്ച് അറിയുന്ന കാര്യം എനിവൺ, ആർക്കും ഓൺ ചെയ്ത് പറയാം. ആരും പറയാതിരിക്കരുത്, കാരണം വെറുതെ സമയം കളയരുത്. ആർക്കും പറയാം. മൈക്കൽ ഫാരഡേ. ഫാത്തിമ, റിയ ഓൺ ചെയ്തു. പറയൂ റിയ. എന്താ ഈ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ആ നിയമം കണ്ടുപിടിച്ചത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഹംഫ്രി ഡേവി മൈക്കൽ ഫാരഡേ ആണ്. ഓക്കെ. അപ്പൊ മൈക്ക് ഓഫ് ചെയ്തോളൂ. ഈ മൈക്ക് ഓഫ് ചെയ്തോളൂ നമ്മള്. ഈ മൈക്കൽ ഫാരഡേനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് എല്ലാവർക്കും മനസ്സിൽ വരുന്ന ഒരു കാര്യം, മൈക്കൽ ഫാരഡേ ഈസ് ദ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി, അല്ലെ? വൈദ്യുതിയുടെ പിതാവാണ് ആര്? മൈക്കൽ ഫാരഡേ. അതാണ് എല്ലാവർക്കും ആദ്യം മനസ്സിൽ വരിക. എനിക്ക് ആദ്യത്തെ ചോദ്യത്തിൽ എനിക്ക് കിട്ടേണ്ട പോയിന്റ് ആണ് ഇപ്പൊ ഇവിടെ ആൻസറിൽ പറഞ്ഞിരുന്നത്. ഈ സർ ഹംഫ്രി ഡേവിയും അതുപോലെ തന്നെ മൈക്കൽ ഫാരഡേയും കൂടി ചേർന്നായിരുന്നു എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തിരുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ കാര്യം, ഞാനിപ്പോ പറയുന്നത് ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യമല്ല കേട്ടോ. ഇതിനു മുമ്പ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോ പറയുന്നത്. അപ്പൊ ഈ ഹംഫ്രി ഡേവി എന്ന് പറയുന്ന സയന്റിസ്റ്റ് കോമ്പൗണ്ട്സിന്റെ അകത്തൂടെ, സംയുക്തങ്ങൾക്കകത്തൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ട് അതിനെ ലിക്വിഡ് ഫോമിലാക്കിയിട്ട്, ദ്രാവക രൂപത്തിലാക്കിയിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് അതിന്റെ അകത്തുനിന്ന് എലമെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്തിരുന്നു. He just separated elements from the compounds whether they are in the liquid form. ലിക്വിഡ് ഫോമിലുള്ള കോമ്പൗണ്ട്സിനകത്തൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് അതിനകത്തുനിന്ന് എലമെന്റ്സിനെ, മൂലകങ്ങളെ വേർതിരിച്ചിരുന്നു. ആര്? സർ ഹംഫ്രി ഡേവി. അങ്ങനെ അദ്ദേഹം വേർതിരിച്ച എലമെന്റ്സ് കുറെ ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ കേട്ടിട്ടുള്ള എക്സാമ്പിൾ ആണ് പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം പോലുള്ള എലമെന്റ്സ് ഒക്കെ ഇങ്ങനെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് അദ്ദേഹം സെപ്പറേറ്റ് ചെയ്തിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്തിരുന്ന, അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന, കൂടെ തന്നെ നോക്കിയിരുന്ന ആളാണ്, വർക്ക് ചെയ്തിരുന്ന ആളാണ് ശരിക്കും ആര്? മൈക്കൽ ഫാരഡേ എന്ന് പറയുന്നത്. അപ്പോ ഈ മൈക്കൽ ഫാരഡേ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റിനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ പറയേണ്ടത്. കുറെ എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ആറ്റം എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് എത്തിയത്. അപ്പൊ ഈ ആറ്റം എന്ന് പറയുന്നതിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ആദ്യം എടുത്ത് പറയേണ്ട പേര് ജോൺ ഡാൾട്ടന്റെ പേരാണ്. ബിക്കോസ് ദറ്റ് ഈസ് ജോൺ ഡാൾട്ടൺസ് ആറ്റോമിക് തിയറി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു തിയറി ഒക്കെ, ആറ്റവുമായിട്ട് സയന്റിഫിക് ആയിട്ടുള്ള ഒരു തിയറി ഒക്കെ കൊണ്ടുവന്നത്. പക്ഷെ ആ തിയറി കൊണ്ടുവന്ന സമയത്ത് അവിടെ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡിവൈഡ് ആൻ ആറ്റം. ഒരു ആറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? വീണ്ടും ഡിവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ചെറുതാക്കാൻ, കട്ട് ചെയ്യാൻ പറ്റില്ല. ഡിവിസിബിൾ ആണ്, നോൺ ഡിവിസിബിൾ ആണ്, അൺകട്ടബിൾ ആണ് എന്നൊക്കെയാണ് ആ വാക്ക്. അപ്പോ
അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞു തന്ന സമയത്ത് എല്ലാവരും അംഗീകരിക്കണമെങ്കിൽ അതിന് പ്രൂഫ് വേണം. പിന്നീട് വരുന്ന എല്ലാ കാര്യങ്ങളും അതുമായിട്ട് അദ്ദേഹം പറഞ്ഞ എല്ലാ പോയിന്റുമായിട്ട് കോറിലേറ്റ് ചെയ്ത് ബന്ധിപ്പിച്ച് പോയാൽ മാത്രമേ അത് അംഗീകരിക്കപ്പെടുകയുള്ളൂ. പ്രൂഫ് അല്ലെങ്കിൽ അത് എന്താ പറയുക പ്രൂവ് ചെയ്ത് അത് എല്ലാവരും ബാക്കിയുള്ള സയന്റിസ്റ്റും ബാക്കിയുള്ള എല്ലാവരും അതിനെ എഗ്രി ചെയ്യണമെങ്കിൽ അംഗീകരിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം, അത് ബാക്കിയുള്ള അതുമായി ആറ്റവുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും ഇത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. പക്ഷെ അവിടെ ഉണ്ടായ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ഫിസിക്സിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ആ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കും ഈ മെറ്റീരിയൽസ് മാറ്റേഴ്സ് വസ്തുക്കൾ പരസ്പരം ഇങ്ങനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ, ചെറിയ ക്ലാസ്സിലൊക്കെ ഞാൻ തോന്നുന്നത് പഠിക്കുന്ന 8th-ലോ 9th-ലൊക്കെ ആവും. ഓക്കെ, മാറ്റർ ഇങ്ങനെ മെറ്റീരിയൽസ് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചാർജ് കിട്ടുന്നുണ്ട് അല്ലെ? ഇപ്പോ നമ്മള് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചീപ്പ് ഉപയോഗിച്ച് നമ്മൾ മുടിയൊക്കെ ഡ്രൈ ആയിട്ടുള്ള ഹെയർ നന്നായിട്ട് കോമ്പ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ചീകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, അത് ഈ പാർട്ടിക്കിളിനെ അതായത് പേപ്പർ ബിറ്റ്സിനൊക്കെ ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ആ ഭാഗം? ഹിദാതസ്നി ഹലോ സർ. മോളോ, ഞാൻ ഈ പറഞ്ഞത് കേട്ടിരുന്നോ? ഞാൻ പറയുന്നത് കേട്ടിരുന്നോ? ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ സ്ഥിതവൈദ്യുതി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഈ മെറ്റീരിയൽസ് അല്ലെങ്കിൽ വസ്തുക്കൾ നമ്മൾ പരസ്പരം റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചാർജ്ഡ് ആവും, അട്രാക്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഈ പ്രോപ്പർട്ടിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? ഉണ്ട്. അതിലൊരു എക്സാമ്പിൾ അല്ലേ നമ്മൾ ഈ പറഞ്ഞ എന്ത്, ഈ നമ്മൾ ചീപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞ് ഹെയർ ഡ്രൈ ആയിട്ടുള്ള ഹെയർ കോംബ് ചെയ്ത് കഴിഞ്ഞാല് അത് പേപ്പർ ബിറ്റിനെ അട്രാക്ട് ചെയ്യുന്നുള്ള ഒരു എക്സാമ്പിൾ ഒക്കെ അതിൽ പഠിച്ചിട്ടില്ലേ? അതേപോലത്തെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു തരാൻ പറ്റുമോ? സ്കെയില് എന്താ ബലൂൺ റബ്ബ് ചെയ്താല് പേപ്പർ പീസിനെ അട്രാക്ട് ചെയ്യുന്നത്. അട്രാക്ട് ചെയ്യുന്ന അതേപോലത്തെ ഒരു എക്സാമ്പിൾ അല്ലേ? എന്നിട്ടല്ലേ അവിടെ നമ്മൾ ഈ പോസിറ്റീവ് ചാർജ് ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്? ഓക്കെ, മൈക്ക് ഓഫ് ചെയ്തോളൂ. ഇതെല്ലാവരും കേട്ടിട്ടില്ലേ? ഈ ഒരു ഭാഗം എല്ലാവരും കേട്ടിട്ടില്ലേ? ഞാൻ എന്താ പറയുക ഇങ്ങനെ ബേസിക് ആയിട്ട് കൊണ്ടുപോകുന്നത്. എനിക്ക് നേരിട്ട് ഇപ്പൊ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞ ചാപ്റ്റർ, ഇപ്പോൾ ആ ചാപ്റ്ററിലെ എല്ലാ ഭാഗവും പറഞ്ഞു തുടങ്ങാം. പക്ഷെ അത് പറയുമ്പോൾ നമ്മൾ കുറച്ച് മുൻപ് പഠിച്ച കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ വളരെ സുഖമാണ്. അപ്പൊ അതാണ് പലപ്പോഴും പഠിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എസ്പെഷ്യലി പൊതുവെ കുട്ടികളോടൊക്കെ പറയാറുള്ളത്, കുറച്ച് വലിയ ക്ലാസ്സിലെത്തി കഴിഞ്ഞാൽ വല്ലാതെ നമ്മളിങ്ങനെ പിന്നാലെ കൂടി പഠിക്കുക പറയേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം അവർക്കൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയൊക്കെ ഉള്ള കുട്ടികളാണ്, അങ്ങനെയുള്ളവരാണ് ഇങ്ങനത്തെ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുക. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിൽ എനിക്ക് ആരുടെ കാര്യത്തിലും സംശയമില്ല. കാരണം താല്പര്യമുള്ളവരെ ഇങ്ങനത്തെ സയൻസ് ഗ്രൂപ്പ് എടുക്കുകയും പഠിക്കാൻ തയ്യാറാവുകയും ഒക്കെ ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന് താല്പര്യപ്പെട്ട് വരുന്ന ആളുകളാവുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ കൃത്യമായിട്ടൊരു ലക്ഷ്യം ഉണ്ടാവും, എന്താവണം, എന്താണ് ചെയ്യേണ്ടത്. അങ്ങനെ ഉള്ള കുട്ടികളിൽ എല്ലാവർക്കും ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അത് ഏത് ക്ലാസ് ആയാലും ശരി, ചെറിയ ക്ലാസ് ആയാലും വലിയ ക്ലാസ് ആയാലും, പക്ഷെ വലിയ ക്ലാസ്സിലെ കുട്ടികളാവുമ്പോൾ കുറച്ചുകൂടി പറഞ്ഞാൽ വേഗം മനസ്സിലാവും, അങ്ങനെയുള്ള ഗുണം. അപ്പൊ അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരു കാര്യം പഠിക്കാൻ. വെറുതെ എന്ത് പറയരുത്, അങ്ങനെ പറയില്ലേ, കാണാപ്പാഠം പഠിച്ചു പോകുന്ന ആ ഒരു രീതി ശരിയല്ല. അതുകൊണ്ട് മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ പല കാര്യങ്ങളും അതിനു മുമ്പ് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അത് നമുക്കൊന്ന് ഓർമ്മയിൽ കൂടെ കൊണ്ടുവന്നാല് ഇനി പറയുന്ന കാര്യം നമ്മൾ വേഗം മനസ്സിലാവും. ഇല്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യം വ്യക്തമായിട്ട് കിട്ടില്ല. ഞാൻ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പലരും ആന്നൊക്കെ പറയും. അല്ലെങ്കിൽ അത് കേട്ടിട്ടില്ലേ വെച്ചാൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഇന്ന ക്ലാസ്സിൽ പഠിച്ചതാണല്ലോ എന്നാ പറയൂ എന്നുള്ളത് ഇതേപോലെ ചോദ്യം ചോദിക്കും. അപ്പൊ ചോദ്യം ചോദിക്കാൻ പറയാൻ കിട്ടിയില്ലെങ്കിലോ എന്നുള്ള ധാരണയൊക്കെ വെച്ചിട്ട് എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതൊക്കെ വിചാരിച്ചിട്ട് ചില ആൾക്കാർ മടിക്കും അത് പറയാൻ. നിങ്ങൾ ഒരിക്കലും മടിക്കണ്ട. ചെറിയ ക്ലാസ്സിൽ പഠിപ്പിച്ചത് പലരും മറന്നുപോകും, ആരായാലും മറന്നുപോകും. കാരണം എന്നും നമ്മൾ അതെടുത്ത് വായിക്കുന്നില്ല. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് എല്ലാവർക്കും ചിലപ്പോൾ അതിന് താല്പര്യം ഉണ്ടായിക്കോണമെന്നില്ല. പക്ഷെ നമുക്ക് താല്പര്യം വേണം. ഞാൻ പറയുന്നത് അപ്പൊ മുൻപ് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തില്ലെങ്കിൽ, വീണ്ടും നോക്കിയിട്ടില്ലെങ്കിൽ ഏതൊരാളായാലും മറന്നുപോകും. എല്ലാ കാര്യങ്ങളും അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റില്ല. പക്ഷെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മനസ്സിൽ കാണാതെ പഠിക്കുകയല്ല, നന്നായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഏതൊരു സമയത്ത് ചോദിച്ചാലും പൊതുവെ പറയാൻ പറ്റും. ഇനി അങ്ങനെ ഒന്നും പറ്റിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതാണ് അതിന്റെ ഒരു ഗുണം. മനസ്സിലാക്കാതെ വെറുതെ കാണാതെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറ്റിക്കോണത്. പലപ്പോഴും എക്സാം ഹാളിൽ നമുക്കത് ഫീൽ ചെയ്തിട്ടാവും. ആൻസർ ഒക്കെ എഴുതി തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഡെഫിനിഷനോ അല്ലെങ്കിൽ ചില ഭാഗങ്ങളോ ഇക്വേഷൻ ക്ലാരിഫൈ ചെയ്യുന്നതോ ഫിസിക്സിലാവട്ടെ കെമിസ്ട്രിയിലാവട്ടെ മാത്സിലാവട്ടെ ചെയ്ത് നമ്മൾ പഠിച്ചതായിരിക്കും. അത് കാണാതെ പഠിച്ച പോലെ പഠിച്ചു പോയി കഴിഞ്ഞാൽ എക്സാം ഹാളിന്റെ ഉള്ളിൽ കയറി ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, തുടങ്ങുന്ന സമയത്ത് ചാപ്റ്റർ തുടങ്ങി നമ്മൾ ആ ഭാഗം തുടങ്ങാൻ ആ തുടക്കം കിട്ടൂല.
ഇത് പലപ്പോഴും തലയിലൊക്കെ ഇങ്ങനെ പെന്നോണ്ടൊക്കെ തട്ടി ഇങ്ങനെ ഇരിക്കുന്ന പല കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടില്ലേ പലപ്പോഴും എക്സാമിന് ചില ഭാഗം തുടക്കം കിട്ടാതെ ഇങ്ങനെ ടെൻഷൻ ഉണ്ടായ പല സമയം ഉണ്ടാവില്ലേ നമുക്ക് എക്സാമിന് ഒരു ഡെഫിനേഷനോ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷനോ അങ്ങനെ ഉണ്ടായ ആരെങ്കിലും ഉണ്ടോ ഈ ഗ്രൂപ്പ് നമ്മളെ ഈ കൂട്ടത്തില്? എനിക്ക് ആ തുടക്കം കിട്ടാൻ ചില സമയത്ത് പ്രയാസം. തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ വരിയായിട്ട് ആൻസർ കിട്ടും. പക്ഷെ ആ തുടക്കം കിട്ടാൻ ചില സമയത്ത് ചില ആൻസേഴ്സ് തുടങ്ങി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെന്നൊക്കെ തോന്നിയ ആളുകളില്ലേ നമ്മുടെ കൂട്ടത്തിൽ? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? ഇല്ല. അപ്പൊ എല്ലാവർക്കും അങ്ങനെ സംശയമില്ലാത്ത ആളുകളാണ്. അത് നന്നായതല്ലേ. അപ്പൊ ഇനി എനിക്ക് ചോദിക്കുമ്പോൾ സുഖാണല്ലോ. ധൈര്യമായിട്ട് ചോദിച്ചാൽ ഉത്തരം പറയുന്ന ഞാൻ ആ അല്ല എനിക്ക് ഉണ്ടാവലുണ്ട്. കഴിഞ്ഞ നമ്മള് പബ്ലിക് എക്സാമിന് ഫിസിക്സിൽ അങ്ങനെ ഒന്നുണ്ടായിട്ടുണ്ട്. അതായത് നമുക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ചില ആൻസർ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും എക്സാമിന് വരുന്നൊക്കെ ടീച്ചർ പറയുന്ന ചില ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാവാത്ത പോലും, എസ്പെഷ്യലി കറണ്ട് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത ചില കാര്യങ്ങൾ നമ്മൾ കാണാതെ പഠിച്ചു പോകും. ആ പഠിച്ചു പോണ സമയത്ത് അവിടെ ചെന്ന് എക്സാമിന് അത് വരികയും ചെയ്യും. വരുന്ന സമയത്ത് നമുക്ക് ആലോചിക്കുമ്പോൾ അതിന്റെ തുടക്കം കിട്ടൂല. അങ്ങനെ ഉണ്ടാവുന്ന, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ലേ പലർക്കും? ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നത് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിക്കോണമെന്നില്ല. പക്ഷെ എസ്പെഷ്യലി പെൺകുട്ടികളെ സംബന്ധിച്ച്, പെൺകുട്ടികൾ മോശക്കാരായിട്ടല്ല കേട്ടോ. ഈ കറണ്ടുമായിട്ടുള്ള ചില ഭാഗങ്ങളൊക്കെ പറയുന്ന സമയത്ത് അവരെന്താ ചെയ്യുക, മനസ്സിലായില്ലെങ്കിൽ പോലും, മനസ്സിലായില്ല എന്നുള്ളത് പറയില്ല, ഇനി പദവാറ്റം മനസ്സിലായില്ലെങ്കിൽ പോലും എന്ത് ചെയ്യുന്നറിയോ, അത് അതേപോലെ കാണാൻ പഠിച്ചു പോകും. എന്നിട്ട് പഠിച്ചു പോയി എക്സാം ഹാളിന്റെ ഉള്ളിൽ കയറി എഴുതി തുടങ്ങുന്ന സമയത്ത് ചില ആളുകൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യില്ല, അതിന്റെ ആ തുടക്കം സ്റ്റാർട്ടിങ് കിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നത് പൊതുവെ നമ്മൾ എല്ലാവർക്കും എന്നല്ല, പലർക്കും ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കൃത്യമായി മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ രീതിയിലെങ്കിലും എഴുതാൻ പറ്റും. ടെക്സ്റ്റ് ബുക്കത്തെ പോലെ ഡെഫിനേഷൻ ചിലപ്പോൾ വന്നില്ലെങ്കിൽ പോലും, അങ്ങനെയാണ് മാർക്ക് കിട്ടിയ ഡെഫിനേഷൻസ് ഒക്കെ അതേപോലെ എഴുതണമെന്നുണ്ടെങ്കിലും നമ്മുടേതായ രീതിയിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഗുണം അതിനുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ചോദിക്കുന്നത്. വേറെ നിങ്ങളൊന്നും വിചാരിക്കരുത്. അങ്ങനെ ഈ ജോൺ ഡാൾട്ടന്റെ എക്സ്പെരിമെന്റ് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോസ്റ്റ്ലേസ് ഐഡിയാസ് ഒക്കെ അവതരിപ്പിച്ചപ്പോൾ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന പോർഷനിൽ മെറ്റീരിയൽസ് പരസ്പരം റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ഫോം ചെയ്യുന്നുണ്ടെന്ന് കണ്ടു. അങ്ങനെ ചാർജ് ഫോം ചെയ്യുന്നതിന്റെ റീസൺ എന്താന്ന് പല സയന്റിസ്റ്റുകളും ചോദിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചാർജ് ഒബ്ടെയിൻ ചെയ്യാനുള്ള കാരണം, അല്ലെങ്കിൽ അട്രാക്ഷൻ നടക്കാൻ ചാർജ് ഒബ്ടെയിൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഡസ് നോട്ട് പോസിബിൾ ടു എക്സ്പ്ലെയിൻ ദ reason for the obtaining of charge in the materials. അതായത് വസ്തുക്കൾക്ക് ചാർജ് കിട്ടുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റിയില്ല. അവർക്ക് ജോൺ ഡാൾട്ടന് പറ്റിയില്ല. എന്തുകൊണ്ട് അങ്ങനെ ചാർജ് കിട്ടുന്നത് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെയപ്പോ ഡാൾട്ടന്റെ ആറ്റോമിക് തിയറി എന്ന് പറയുന്നത് ഡിസ്കാർഡ് ചെയ്യാണ് ശരിക്കും ഉണ്ടായത്. തള്ളിക്കളിയാണ് ചെയ്തത്. കാരണം എന്താ, ഇങ്ങനെ ചാർജ് ഉണ്ടായി, ആറ്റത്തിനകത്ത് ചാർജ് കിട്ടി, എന്തുകൊണ്ട് ഈ ചാർജ് കിട്ടി, അതെന്തുകൊണ്ടാന്ന് പറയാൻ അദ്ദേഹത്തിന് പറ്റില്ല. പറ്റിയില്ല, ഈ ജോൺ ഡാൾട്ടന് പറ്റിയില്ല. അപ്പോഴാണ് പിന്നെ ബാക്കിയുള്ള സയന്റിസ്റ്റ് ഇതിന്റെ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്തതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സയന്റിസ്റ്റ് ആണ് ശരിക്കും ആരെന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട സയന്റിസ്റ്റ് ആണ് ഫാരഡെ, മൈക്കൽ ഫാരഡെ. ഹിസ് നെയിം ഈസ് മൈക്കൽ ഫാരഡെ. മൈക്കൽ ഫാരഡെ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തുള്ള തുടക്കം എടുത്തത്. ഓക്കെ, അതിനൊരു തുടക്കം കുറിച്ച സയന്റിസ്റ്റ് ആണ് ആര്? മൈക്കൽ ഫാരഡെ. ഈ മൈക്കൽ ഫാരഡെ ഡിസ്ചാർജ് ട്യൂബ് വെച്ചിട്ടാണ് എക്സ്പെരിമെന്റ് ചെയ്തത്. ഡിസ്ചാർജ് ട്യൂബ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പറയുമ്പോൾ ചാപ്റ്ററിന്റെ പോർഷൻസ് ആണ് പറയുന്നത്, ഒന്ന് ശ്രദ്ധിക്കുക. ഡിസ്ചാർജ് ട്യൂബ് അതായത് ഒരു ഗ്ലാസ് ട്യൂബ് ആണ്. ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയുന്നത് ഗ്ലാസ് ട്യൂബ് ആണ്. ഈ ഗ്ലാസ് ട്യൂബ് വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഡിസ്ചാർജ് ട്യൂബില് എന്താണ്, ഏത് ഭാഗമാണ് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇതിനകത്ത് പറയാനുള്ളത്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളതും ഈ ഒരു ഭാഗമാണ്. ഡിസ്ചാർജ് ട്യൂബ് വെച്ചിട്ടുള്ള ഈ എക്സ്പെരിമെന്റ് ആണ് നമുക്ക് ഇതിനകത്ത് പറയേണ്ടത്. ഓക്കെ, ആ എക്സ്പെരിമെന്റ് പറയുന്നതിനകത്തുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് ഈ പറയുന്നത്, ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. ഓക്കെ, ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പോർഷൻ. ഈ ചാപ്റ്ററിന്റെ പോർഷനിൽ ടെക്സ്റ്റ് ബുക്കിൽ PDF ഫോം ആണിത്. ഇതിനകത്ത്
ആ സയന്റിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് പറയാനുണ്ട്. ആ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് അധികം ഉണ്ട് എന്നൊക്കെ തോന്നും. എന്നിരുന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇതിൽ ആദ്യം നമ്മൾ പറഞ്ഞു ഈ ഡാൾട്ടനെ കുറിച്ച്. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തതിന്റെ റീസൺ ഞാൻ പറഞ്ഞു തന്നു. ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് സാർ അത് പറയുന്ന സമയത്ത് ഒന്നുകൂടെ വരും. ഞാനിതിങ്ങനെ മറക്കുമ്പോൾ ഇതിലെ ഭാഗങ്ങളൊന്നും കണ്ട് വലിയ ബുദ്ധിമുട്ടാവേണ്ട. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിക്ചറൊക്കെ കുറെ ഉണ്ടാവും, കുറെ പ്രോബ്ലംസിന്റെ ഒക്കെ ഉണ്ടാവും. ഈ ഭാഗമൊക്കെ കാണുമ്പോൾ പ്രോബ്ലംസ് ഒക്കെ കുറെ ഉണ്ടാവും. ബുദ്ധിമുട്ടായി ചെയ്യേണ്ട പ്രോബ്ലംസ് ഒന്നും അല്ല. ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഈസി ആയിട്ട് ചെയ്തു പോകാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാം, നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഒന്നും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരില്ല. അതിനെ കുറിച്ചൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആവരുത് തുടക്കത്തിൽ തന്നെ ഇങ്ങനെ കാണുമ്പോഴേ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ അദ്ദേഹം ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ് ഡിസ്ചാർജ് ട്യൂബ് വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, ഇതാണ് ആ ഡിസ്ചാർജ് ട്യൂബ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഇത് കാണുന്നുണ്ടോ എല്ലാവരും? മക്കളെ, ഞാൻ പറയുന്ന കേൾക്കുന്നില്ല എല്ലാവർക്കും? ഓക്കെ. എന്താ അറിയോ, നിങ്ങൾ ഇങ്ങോട്ട് ഞാൻ അങ്ങനെ ചോദിക്കുമ്പോഴേ പറഞ്ഞാലേക്കും ബാക്കിയുള്ള തുടർന്ന് പോകാൻ പറ്റുള്ളൂ. മറ്റില്ലെങ്കിൽ ഇപ്പൊ ഇത് വരച്ചുണ്ടാക്കണം. അതുകൊണ്ട് ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അപ്പോ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ പറയണം. ഇത് ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ 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 ഓക്കെ, ശരി ശരി ശരി. അപ്പൊ നോക്കൂ, നമ്മൾ ഇവിടെ പറയുന്നത് ഈ ഒരു ഉപകരണത്തിന്റെ ഭാഗമാണിതാ. ഈ ഭാഗത്തിനെ കുറിച്ച്, അത് തന്നെയാണ് താഴെ കേട്ടോ. ഈ ഒരു ഭാഗത്തിനെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. അപ്പോ ഇതാണ് നമ്മൾ പറഞ്ഞ, ഇപ്പൊ ഞാൻ ഈ തൊടുന്ന ഈ ഒരു പോർഷൻ ആണ് നമ്മൾ പറഞ്ഞ ഡിസ്ചാർജ് ട്യൂബ്. അതായത് ഇതിനകത്ത് ഗ്യാസ്, ഏതെങ്കിലും ഗ്യാസ് ഫില്ല് ചെയ്തിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് നടത്തുന്ന എക്സ്പെരിമെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇതിൽ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. ടു വാക്യൂം പമ്പ്, അതായത് വാക്യൂം പമ്പ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എയർ ഉണ്ടെങ്കിൽ ആദ്യം ഉണ്ടാവുന്ന ഡിസ്ചാർജ് ട്യൂബിനകത്ത് നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് എയർ പാർട്ടിക്കിൾസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള ലോ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അവിടെ ഒരു വാക്യൂം പമ്പിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടാവും ആ ഡിസ്ചാർജ് ട്യൂബിന്. അതിന് രണ്ടറ്റം, രണ്ട് എൻഡ്, ആ രണ്ട് എൻഡില് ഒരു മെറ്റാലിക് റോഡ് വെച്ചിട്ടുണ്ട്. അതായത് ലോഹത്തിന്റെ തകിട് വെച്ചിട്ടുണ്ട്. മെറ്റൽസ് പലതും ആവാം. അപ്പൊ ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആയിട്ടുള്ള ഒരു മെറ്റാലിക് റോഡ് രണ്ട് എൻഡിൽ വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലും മെറ്റാലിക് റോഡ് വെച്ചിട്ടുണ്ട്. ആ മെറ്റാലിക് റോഡിനോടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈ വോൾട്ടേജ് ഉള്ള ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കറണ്ട് കടത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ വോൾട്ടേജ് ഉള്ള സോഴ്സ്, ഇലക്ട്രിക്കൽ സോഴ്സ് അവിടെ കണക്ട് ചെയ്യുന്നത്. ബാറ്ററി കണക്ട് ചെയ്യുന്നത് ഹൈ വോൾട്ടേജിൽ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, കറണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ബാറ്ററിന്റെ പോസിറ്റീവ്, ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ബാറ്ററിന്റെ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തത്, അവിടെ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്ത ഈ ഇലക്ട്രോഡിനെ നമ്മൾ എന്ത് വിളിക്കും, ആനോഡ്. ദാറ്റ് ഇലക്ട്രോഡ് ഈസ് നോൺ ആസ് ആനോഡ് ആൻഡ് ദ നെഗറ്റീവ് ഇലക്ട്രോഡ് ഈസ് നോൺ ആസ് കാഥോഡ്. അപ്പൊ ഇവിടെ മെറ്റൽ രണ്ട് സൈഡിൽ രണ്ട് ഇലക്ട്രോഡ്, ഒന്ന് ബാറ്ററിന്റെ പോസിറ്റീവിനോട് കണക്ട് ചെയ്യും, ഒന്ന് ബാറ്ററിന്റെ നെഗറ്റീവിനോട് കണക്ട് ചെയ്യും. ദ ഇലക്ട്രോഡ് ദാറ്റ് ആർ കണക്റ്റഡ് ടു ദി പോസിറ്റീവ് ടെർമിനൽ, ബാറ്ററിന്റെ പോസിറ്റീവ് ധ്രുവത്തിനോട്, പോസിറ്റീവ് ടെർമിനലിനോട് കണക്ട് ചെയ്തതിനെ വിളിക്കുന്ന പേര് ആനോഡ്. ബാറ്ററിന്റെ നെഗറ്റീവ് ടെർമിനലിനെ കണക്ട് ചെയ്തതിനെ വിളിക്കുന്ന പേര് കാഥോഡ്. ഇത് നിങ്ങൾ പഠിച്ചു കേട്ടോ, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ട്യൂബ്, ആ ഗ്ലാസ് ട്യൂബിന്റെ രണ്ട് എൻഡിലും മെറ്റാലിക് റോഡ്, ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആയിട്ടുള്ള ഒരു മെറ്റൽ, അത് ബാറ്ററിന്റെ നെഗറ്റീവിനോടും പോസിറ്റീവിനോടും കണക്ട് ചെയ്യുക. ബാറ്ററിന്റെ നെഗറ്റീവിനോട് കണക്ട് ചെയ്യണതിനെ നമ്മൾ കാഥോഡ് വിളിക്കും, ബാറ്ററിന്റെ പോസിറ്റീവിനോട് കണക്ട് ചെയ്യണതിനെ ആനോഡ് എന്ന് വിളിക്കും. അപ്പൊ അതിനകത്ത് ഗ്യാസ് ഫില്ല് ചെയ്യുന്ന പറഞ്ഞാൽ ഏത് ഗ്യാസും ആവും. ഗ്യാസ് അവിടെ ഏതാണെന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ എന്ത് ചെയ്യും, ലോ പ്രഷറിലായിരിക്കും ആ പ്രോസസ്സ് നടത്തുന്നുണ്ട്. കാണാൻ വേണ്ടി, നമുക്ക് എന്ത് മാറ്റമൊക്കെയാണ് ഒബ്സർവ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതിലൂടെ ഇലക്ട്രിസിറ്റി അങ്ങ് പാസ് ചെയ്യുന്ന സമയത്ത്, ഹൈ വോൾട്ടേജിൽ ഇലക്ട്രിസിറ്റി അതിൽ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ എന്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നറിയോ അദ്ദേഹത്തിന്? ആരെ പറ്റി നമ്മൾ പറയുന്നത്? പോയോ? എല്ലാരും പോയോ? നമ്മൾ ആരെ പറ്റി പറഞ്ഞു? ഓക്കെ, മൈക്കൽ ഫാരഡേനെ ഓക്കെ റെഡി. മൈക്കൽ ഫാരഡേനെ പറ്റിയാ പറയുന്നത്, അത് പോവരുത്. അദ്ദേഹം ചെയ്ത ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിൽ ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ആയ കാഥോഡും ആനോഡും വെച്ചിട്ട് ഒരു ഗ്യാസ് ഫില്ല് ചെയ്ത് അതിനകത്ത് ഇലക്ട്രിസിറ്റി, ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി അങ്ങ് പാസ് ചെയ്തപ്പോ അദ്ദേഹത്തിന് എന്ത് കാണാൻ പറ്റി? ഈ കാഥോഡിന്റെ ഭാഗത്തുനിന്ന് ആനോഡിന്റെ ഭാഗത്തേക്ക് പാർട്ടിക്കിൾസിന്റെ ഒരു മൂവ്മെന്റ്, അല്ലെങ്കിൽ റേഡിയേഷൻസിന്റെ, അല്ലെങ്കിൽ പാർട്ടിക്കിൾസിന്റെ എന്തോ റേസ്, നമ്മൾ പറയില്ലേ കിരണങ്ങൾ എന്ന് മലയാളത്തിൽ പറയും, റേ എമിറ്റ് ചെയ്യാൻ തുടങ്ങി. ചില
പാർട്ടിക്കിൾസ് റേസ് എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ കാഥോഡിന്ന് ആനോഡിലേക്ക് പോണതായിട്ട് അദ്ദേഹത്തിന് കാണാൻ പറ്റി. കാഥോഡിന്ന് ആനോഡിലേക്ക് ചില കിരണങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്, കാഥോഡ് ടു ആനോഡ് കറണ്ട് അങ്ങോട്ട് പോയപ്പോൾ ഈ ഗ്യാസ് ഫില്ല് ചെയ്തതിന്റെ അകത്തൂടെ കാഥോഡിന്ന് ആനോഡിലേക്ക് ചില റേസ് എമിറ്റ് ചെയ്യുന്നത്, ഉത്സർജിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് കാണാൻ പറ്റി. ആൻഡ് ദാറ്റ് റേസ് ആർ നോൺ ആസ് കാഥോഡ് റേ. അതിനെ വിളിക്കുന്ന പേരാണ് കാഥോഡ് റേ. കാഥോഡ് റേ. അപ്പൊ നോക്കൂ, ഇത്രയേ ഉള്ളൂ സംഭവം. ഒരു ഗ്ലാസ് ട്യൂബ്, ആ ഗ്ലാസ് ട്യൂബിന്റെ അകത്ത് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാക്യൂം പമ്പ്, ലോ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോഴത് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് രണ്ട് ഗ്ലാസ് ട്യൂബിൽ രണ്ട് എൻഡിൽ മെറ്റലിക് പീസ്, അതായത് കണ്ടക്ടർ ആയിട്ടുള്ള ഒരു മെറ്റൽ, ഒന്നൊരു ആനോഡ് ഒന്നൊരു കാഥോഡ്. ആനോഡും കാഥോഡും ആകാനുള്ള റീസൺ ഇത്രയേ ഉള്ളൂ. ബാറ്ററിന്റെ പോസിറ്റീവിനോട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആനോഡ്, ബാറ്ററിന്റെ നെഗറ്റീവിനോട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കാഥോഡുമായി. അത് ഹൈ വോൾട്ടേജ് ആയിരിക്കണം, ഹയർ എനർജി ഉള്ള ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ പാസ് ചെയ്യുക. അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് ഇതിനകത്തുനിന്ന് ചില റേസ് എവിടെ നിന്ന്, കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് ഈ റേസ് ഇങ്ങനെ പോകാൻ തുടങ്ങി. അപ്പോൾ ആ റേനെ വിളിക്കുന്ന പേരാണ് കാഥോഡ് റേ. കാഥോഡ് റേസ് ആർ ദ റേസ് ദാറ്റ് ഈസ് ഒബ്ടൈൻഡ് ഫ്രം ദി എമിറ്റഡ് ഫ്രം ദി കാഥോഡ് ടു ആനോഡ്. കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് പോകുന്ന റേനെ വിളിക്കുന്ന പേര് കാഥോഡ് റേ. ഇങ്ങനെ എക്സ്പെരിമെന്റ് നടത്തിയ സമയത്ത് ആരാ എക്സ്പെരിമെന്റ് നടത്തിയത്? മൈക്കൽ ഫാരഡെ. ഈ മൈക്കൽ ഫാരഡെ എക്സ്പെരിമെന്റ് നടത്തിയ സമയത്ത് അദ്ദേഹത്തിന് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചില ഒബ്സർവേഷൻസ്, ചില കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തു. ഇപ്പൊ ഇതേപോലെ കാഥോഡ് റേ ഉണ്ടായ പോലെ അതിന് ചില സമ്മറൈസ് ഉണ്ടാക്കി. അദ്ദേഹം കുറച്ച് ചുരുക്കി ഈ കാര്യത്തിൽ ഇന്ന കാര്യങ്ങൾ എനിക്ക് ഇതിന്ന് മനസ്സിലായി എന്നുള്ള രൂപത്തിൽ ചില ചുരുക്കങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. അദ്ദേഹം സമ്മറൈസ് ചെയ്തു. ഓക്കെ, ദ മെയിൻ പോയിന്റ്സ് റിലേറ്റഡ് വിത്ത് ദി കാഥോഡ് റേ ട്യൂബ്. ആ കാഥോഡ് റേ ട്യൂബുമായിട്ട് നടത്തിയിട്ടുള്ള എക്സ്പെരിമെന്റിനെ കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞത്. അങ്ങനെ എക്സ്പെരിമെന്റ് നടത്തിയിട്ട് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ്, അതിലെ ഫസ്റ്റ് പോയിന്റ് ആണ് പറഞ്ഞത്, ദ കാഥോഡ് റേസ് സ്റ്റാർട്ട് ഫ്രം ദ കാഥോഡ് ആൻഡ് മൂവ് ടുവേർഡ്സ് ദി ആനോഡ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ, ഈ കാഥോഡ് റേ എവിടുന്ന് തുടങ്ങും? കാഥോഡിന്ന് തുടങ്ങും, എന്നിട്ട് എങ്ങോട്ട് പോവും? ആനോഡിലേക്ക് പോവും. ഇനി അതിന്റെ താഴെ ഇപ്പൊ നമ്മൾ പറഞ്ഞതിന് ശേഷം കൺക്ലൂഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാട്ടോ, ഒരു പോയിന്റ് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അടുത്തത് അദ്ദേഹം ചെയ്തത് എന്താ വെച്ചാൽ, ഇത് ശരി തന്നെയാണോ എന്ന് അറിയണല്ലോ, അതിനു വേണ്ടി എന്താ ചെയ്തത്, അടുത്ത് എന്താ ചെയ്തത്, ഇതേപോലെ തന്നെ കാഥോഡ് ഇവിടെ ഉണ്ട്, ഹൈ വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്, പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും എയർ പാസേജിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു വാക്യൂം പമ്പിലേക്കുള്ള ഒരു കണക്ഷൻ ഗ്ലാസ്സിനുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ആനോഡ് ഉണ്ടല്ലോ, ഈ ആനോഡിൽ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാല് കുറച്ച് ഹോൾസ് ഇട്ടു, കുറച്ച് ദ്വാരങ്ങൾ ഓട്ടയൊക്കെ ഇട്ട് വെച്ചു. ഈ ആനോഡിന് ഈ പിക്ചറിലേക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, നേരത്തെ സ്ട്രൈറ്റ് ആയിട്ടുള്ളായിരുന്നു, ആനോഡിൽ ഇട്ടു. എന്നിട്ട് ചെയ്ത കാര്യം എന്താ, അവിടെ കണക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്തു വെച്ചാല്, ഈ പിക്ചർ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണെ, ഈ കാണുന്നില്ല എല്ലാവർക്കും? ഈ ഭാഗം കാണുന്നുണ്ടല്ലോ അല്ലെ? കാണുന്നുണ്ട് സർ. ഓക്കെ, അപ്പൊ ഈ ഗ്ലാസ് ട്യൂബിന്റെ ഈ ഓപ്പോസിറ്റ് എൻഡ്, നമ്മൾ ഈ ഹോൾ ഇട്ടതിന്റെ അതർ എൻഡിൽ ഇവിടെ ഈ നേരെ ഇപ്പുറത്ത് അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു കളർ ഫ്ലൂറസെന്റ് കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു യെല്ലോ കളറിലാണ് അവിടെ കാണിച്ച ഫ്ലൂറസെന്റ് കോട്ടിംഗ്. അതായത് സിങ്ക് സൾഫൈഡ് എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ട്, സിങ്ക് സൾഫൈഡ് ZNS, സിങ്ക് സൾഫൈഡ് എന്ന മെറ്റീരിയൽ കൊണ്ട് ഒരു കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. അതൊരു ഫ്ലൂറസെന്റ് കോട്ടിംഗ് ആണ്. എന്താ ഈ ഫ്ലൂറസെന്റ് മെറ്റീരിയൽസിന്റെ പ്രത്യേകത അറിയോ? ആർക്കും പറയാട്ടോ, ഞാൻ പേരെടുത്ത് പറയണില്ല, ആർക്കും പറയാം. എന്താ ഫ്ലൂറസെന്റ് മെറ്റീരിയലിന്റെ പ്രത്യേകത? പോട്ടെ, ഫ്ലൂറസെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കണ്ടിട്ടില്ലേ? ഫ്ലൂറസെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങൾ കണ്ടിരിക്കണോ എവിടെയെങ്കിലും? മക്കളെ ഞാൻ പറയുന്നത് കേൾക്കില്ലേ? ഇവിടെ മഴയുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പറയുന്നത് കേൾക്കുന്നില്ലേ? മെറ്റീരിയൽസ് നിങ്ങൾ കണ്ടിരിക്കുന്നോ എവിടെയെങ്കിലും? ലാമ്പ് ഇല്ല സർ, ഫ്ലൂറസെന്റ് ലാമ്പ്. ഫ്ലൂറസെന്റ് ലാമ്പ് ഉണ്ട്, അത് ഓക്കെ. അതേപോലെ തന്നെ മോള് നമ്മൾ ഈ സൈൻ ബോർഡ് ഒക്കെ ഇല്ലേ, ചില സൈൻ ബോർഡ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ലൈറ്റ് തട്ടിക്കഴിഞ്ഞാല് ഓക്കെ ചില സൈൻ ബോർഡ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ രാത്രിയൊക്കെ ലൈറ്റ് തട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് അത് ബ്രൈറ്റ് സ്പോട്ട് ആയിട്ട് നമുക്ക് അത് കാണാൻ പറ്റും. ഒന്നുകൂടെ ബ്രൈറ്റ് ആയിട്ട് തിളങ്ങുന്ന മെറ്റീരിയൽസ് ആയിട്ട് കാണാൻ പറ്റുന്ന സൈൻ ബോർഡൊക്കെ, ചില സ്ഥലങ്ങളൊക്കെ എഴുതി വെച്ചതോ സൈൻ ബോർഡ്സ് ഒക്കെ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ലൈറ്റ് തട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് തെളിഞ്ഞ് നമുക്ക് കാണും, ബ്രൈറ്റ് ആയിട്ട് കാണും. അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് ശരിക്കും ഈ ഫ്ലൂറസെന്റ് മെറ്റീരിയൽ. ഫ്ലൂറസെന്റ് പെയിന്റ് ഒക്കെ ഉണ്ട്.
അതേപോലെ ഇവിടെ അതേ സിങ്ക് സൾഫൈഡ് എന്ന് പറയുന്ന ഫ്ലൂറസെന്റ് മെറ്റീരിയലിന്റെ ഒരു കോട്ടിംഗ് കൊടുത്തു. അപ്പൊ എന്തായിരിക്കും പ്രത്യേകത? ഇപ്പുറത്തുനിന്ന് ഒരു റേഡിയേഷൻ റേ വന്ന് തട്ടിക്കഴിഞ്ഞാൽ ആ തട്ടുന്ന ഭാഗം ഒന്നുകൂടെ ബ്രൈറ്റ് ആയിട്ട് കാണും. അപ്പൊ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് തെളിയിച്ചറിയണല്ലോ. അതിനുവേണ്ടി ചെയ്തതാണ് ഈ ആനോഡിന്റെ പോർഷനിൽ. ഈ ആനോഡിൽ എന്ത് ചെയ്തു? കുറച്ച് ഹോൾസ് ഇട്ടു. അതിന്റെ അതർ എൻഡിൽ എന്ത് ചെയ്തു? അദ്ദേഹം ഒരു ഫ്ലൂറസെന്റ് മെറ്റീരിയൽ കൊണ്ട് കോട്ടിംഗ് കൊടുത്തു. ഇനി ഇലക്ട്രിസിറ്റി കറണ്ട് അങ്ങോട്ട് പോയപ്പോ ഈ കാഥോഡിൽ നിന്ന് റേ വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന് കാണാൻ പറ്റി ഇവിടെ ഓരോ പോയിന്റ് ഇങ്ങനെ ബ്രൈറ്റ് സ്പോട്ട് ആയിട്ട് ഒന്നുകൂടെ ബ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ കാണാൻ തുടങ്ങി. കറണ്ട് പോകുന്ന സമയത്ത് ചില ഭാഗത്ത് മാത്രം ഇങ്ങനെ തിളക്കം പോലെ ഇങ്ങനെ ചില ഭാഗങ്ങൾ ബ്രൈറ്റ് ആയിട്ട് കാണാൻ പറ്റി. അപ്പൊ എന്തായാലും ഉറപ്പായി അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ കാഥോഡിന്ന് റേസ് എങ്ങോട്ട് പോകുന്നുണ്ട്? ആനോഡിലേക്ക് പോകുന്നുണ്ട്. ആ ആനോഡിലേക്ക് പോകുന്ന ഈ റേനെ വിളിക്കുന്ന പേരാണ് കാഥോഡ് റേ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ആ, ഇപ്പൊ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഞാൻ ഈ സമയത്ത് പറഞ്ഞ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്നാണ് ചോദ്യം. ആ, ഓക്കെ ശരി. നമുക്ക് ഒന്നുകൂടി പറയാം, സമയം ഉണ്ടാവും വിചാരിക്കണം. ഈ പോർഷൻ കൂടി നമുക്ക് പറയാം. അതായത് മൈക്കൽ ഫാരഡെ അദ്ദേഹം എക്സ്പെരിമെന്റ് ചെയ്തത് എന്ത് വെച്ചിട്ടാണ്? എന്ത് വെച്ചിട്ടാ എക്സ്പെരിമെന്റ് ചെയ്തത്? ഡിസ്ചാർജ് ലാമ്പ്. ഡിസ്ചാർജ് ലാമ്പ് അല്ല, ശ്രദ്ധിക്കുക. ഡിസ്ചാർജ് ട്യൂബ് ആണിത്. ഈ ഡിസ്ചാർജ് ട്യൂബ് വെച്ചിട്ടാണ് അദ്ദേഹം എക്സ്പെരിമെന്റ് ചെയ്തത്. അതൊരു ഗ്ലാസ് ട്യൂബാണ്. ആ ഗ്ലാസ് ട്യൂബില് ഒരു വാക്വം പമ്പിലേക്കുള്ള കണക്ഷൻ ഉണ്ട്. അവിടെ പ്രഷർ, അതിന്റെ അകത്തുണ്ടാവുന്ന എയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ രണ്ട് എൻഡില് മെറ്റൽ സ്ട്രൈപ്പ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ലോഹ കഷ്ണം വെച്ചിട്ടുണ്ട് രണ്ട് എൻഡിലും. അതിലേക്കാണ് ബാറ്ററിന്റെ പോസിറ്റീവും ബാറ്ററിന്റെ നെഗറ്റീവും കണക്ട് ചെയ്യേണ്ടത്. ബാറ്ററിന്റെ പോസിറ്റീവ് കണക്ട് ചെയ്തത് ആനോഡ്. The electrode in which positive terminal is connected, that is the anode, and the electrode in which negative terminal is connected, that is the cathode. ബാറ്ററിന്റെ പോസിറ്റീവ് കണക്ട് ചെയ്തത് ആനോഡും ബാറ്ററിന്റെ നെഗറ്റീവ് കണക്ട് ചെയ്തത് കാഥോഡും. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഹൈ വോൾട്ടേജ് ഉള്ള കറണ്ട് ആണ് അതിലേക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഹൈ എനർജി ഉള്ള അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് ഉള്ള കറണ്ട് അതിലേക്ക് പോകുമ്പോൾ ഈ മൈക്കൽ ഫാരഡേക്ക് എന്ത് കാണാൻ പറ്റി? ചില റേഡിയേഷൻസ്, ചില കിരണങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ചില റേസ് ഈ കാഥോഡിന്റെ ഭാഗത്തുനിന്ന് ആനോഡിലേക്ക് പോകുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി, അല്ലെങ്കിൽ അദ്ദേഹം കണ്ടു ചെറിയ രൂപത്തില്. ആ റേനെ വിളിക്കുന്ന പേരാണ് എന്ത്? കാഥോഡ് റേ. അതല്ലെങ്കിൽ എന്തോ ഒന്ന് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാന്ന് പറയില്ലേ, അതേപോലെ ഇങ്ങനെ ചില പാർട്ടിക്കിൾസിന് മൂവ്മെന്റ്. അപ്പൊ ഇത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടോ, ഉള്ളത് ശരി തന്നെയാണോ, തോന്നലാണോ അല്ലയോ എന്ന് അറിയണ്ടേ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം അതേ എക്സ്പെരിമെന്റ് തന്നെ, സെയിം അത് തന്നെ, കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് തന്നെ. പക്ഷെ എന്ത് ചെയ്തു? ഈ ആനോഡിന്റെ പോർഷനിൽ, ആനോഡ് എന്ന് പറയുന്നത് ഒരു മെറ്റൽ ആയിരിക്കും, ആ മെറ്റൽ ഷീറ്റിന് കുറച്ച് ഹോൾസ് ഇട്ടു. അതായത് കുറച്ച് ഓട്ട ഇട്ട് വെച്ചു, കുറച്ച് സുഷിരങ്ങൾ ഇട്ട് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആ ട്യൂബിന്റെ ഒരെൻഡില്, ഇപ്പൊ ഇവിടെ പോസിറ്റീവിന്റെ കണക്ഷൻ ഇവിടേക്ക് ഉണ്ട് കേട്ടോ, അപ്പൊ അത് സംശയം ഉണ്ടാവരുത്. ഒരെൻഡില് എന്ത് ചെയ്തു? സിങ്ക് സൾഫൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട്, അതൊരു ഫ്ലൂറസെന്റ് ആയിട്ടുള്ള, അതായത് റേഡിയേഷൻസോ ലൈറ്റ് റേസോ ഇങ്ങനത്തെ റേസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഒന്നുകൂടി ബ്രൈറ്റ് ആയിട്ട് കാണുന്ന മെറ്റീരിയൽസ് ആണ് ഫ്ലൂറസെന്റ് മെറ്റീരിയൽ. ഏത് സൈഡിലാണ് ഹോൾസ് ഇട്ടത്? ഇതാ ഈ നമ്മളിപ്പോ നമുക്ക് ചെരിച്ചു വരയ്ക്കുമ്പോ കാണാൻ പറ്റില്ല. ഇങ്ങനെതാ ഇപ്പൊ ഇതൊരു ഷീറ്റാന്ന് വിചാരിക്കൂ, ഇങ്ങനത്തെ ഒരു ഷീറ്റ്. ഓക്കെ, കാണുന്നുണ്ടല്ലോ ഇങ്ങനെ ഒരു ഷീറ്റിന്റെ ഭാഗം. ഓക്കെ, ഇത് ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെയല്ലേ നമുക്ക് കാണുക. ഓക്കെ, അപ്പൊ ഇവിടെ നോക്ക്, ഞാൻ ഇവിടെ ഇടത് കാണിക്കണേ, ഇവിടെ ഒരു ഹോള്, ഇങ്ങനെ ഒരു ഹോള് ഇങ്ങനെ നേരിടില്ലേ? അതേപോലെ ഇതാ ഇതിന് സ്ട്രൈറ്റ് ആയിട്ട് ഇതാ ഈ ഞാൻ ഡോട്ട് ഇടുന്നുണ്ടല്ലേ, ഇതേപോലെ ഇങ്ങനെ ഈ സ്ക്രീനിന്റെ മുകളിൽ ഹോൾസ് ഇടുക. അപ്പൊ കാഥോഡ് ഒരു ചെറിയ ഷീറ്റ് ആണ്, അതായത് മെറ്റാലിക് ഷീറ്റ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഇവിടുന്ന് എന്ത് വരും? ഇങ്ങനെ കാഥോഡിന് എന്തോ റേ വരുന്നുണ്ടെന്നല്ലേ മൂപ്പര് പറഞ്ഞേ, സയന്റിസ്റ്റ് പറഞ്ഞത്. അപ്പൊ നോക്ക്, ഈ കാഥോഡ് റേ ഇതിലെ വരികയെന്ന് വിചാരിച്ചോ. അപ്പൊ ഇവിടെ ഹോളുള്ള പോർഷൻ ഉണ്ടാവുമല്ലോ, ആ ഹോളുള്ള പോർഷൻ കൂടെ ആ റേ എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. അതായത് ഈ ഗ്ലാസ് ട്യൂബിന്റെ അപ്പുറത്തേക്ക് വരും, ഈ ഭാഗത്തേക്ക് വരില്ലേ?
അപ്പൊ ആ ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്ലൂറസെന്റ് മെറ്റീരിയൽ കൊണ്ട് കോട്ടിങ് കൊടുത്തിട്ടില്ലേ? ഇവിടെ ഉണ്ടല്ലോ. അവിടെ ആ ഫ്ലൂറസെന്റ് മെറ്റീരിയലിന്റെ പ്രത്യേകത എന്താ? ഏതെങ്കിലും ടൈപ്പ് ഒരു റേ അവിടെ വന്നു കഴിഞ്ഞാൽ, ലൈറ്റ് റേ ആവട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ എക്സ്റേ പോലെയുള്ള റേഡിയേഷൻസ്, ഏതെങ്കിലും റേസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ വന്ന് തട്ടുന്ന ഭാഗം എന്ത് ചെയ്യാൻ തുടങ്ങും? ഒന്നുകൂടെ ബ്രൈറ്റ് ആയിട്ട് തിളങ്ങാൻ തുടങ്ങും, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റി? ഈ ആനോഡിന്റെ ഭാഗത്തൂടെ ഇങ്ങോട്ട് വരുന്ന ഈ ചില പോർഷൻ വന്ന് തട്ടുമ്പോ അവിടെ ബ്രൈറ്റ് സ്പോട്ടുകൾ ഉണ്ടാവാൻ തുടങ്ങി, കുറച്ചുകൂടി തെളിഞ്ഞ് കാണുന്ന ഭാഗങ്ങൾ ഉണ്ടായി. അപ്പൊ ഉറപ്പായി എന്താ സംഭവം? ഈ കാഥോഡിന്ന് റേഡിയേഷൻ എങ്ങോട്ട് പോകുന്നുണ്ട്? ആനോഡിലേക്ക് പോകുന്നുണ്ട്. അതിന് അദ്ദേഹം കൊടുത്ത പേരാണ് എന്ത്? എന്താ പേര്? കാഥോഡിന്ന് ആനോഡിലേക്ക് പോണ റേഡിയേഷൻ റേക്ക് കൊടുത്ത പേരെന്താ? കാഥോഡ് റേസ്. കാഥോഡ് റേസ് എന്ന് പറയും ഒരുപാടെണ്ണം ഉണ്ടെങ്കിൽ. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ പൊതുവെ കോമൺ ആയിട്ട് പറയുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് എന്താണ്? കാഥോഡ് റേ. അതുകൊണ്ടാണ് അതിന്റെ പേര് നോക്കൂ, കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എന്നാ കൊടുത്തത്. കാഥോഡ് റേ വരുന്ന ഡിസ്ചാർജ് ട്യൂബ്. ഇത്രയേ ഉള്ളൂ. ഇത് മനസ്സിലായോ? ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞ. അപ്പൊ ഇത് കണ്ടപ്പോ അദ്ദേഹത്തിന് അതില് മോനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓക്സിജൻ പോലെയുള്ള ഗ്യാസസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ് പോലെയുള്ള ആർഗൺ, നിയോൺ പോലെയുള്ള ഗ്യാസസും യൂസ് ചെയ്യാം. അവിടെ ഉപയോഗിച്ച ഗ്യാസിന് ഈ ഒരു ഭാഗത്ത് എന്തില്ല, ശരിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. ഇവിടെ ഈ ഒരു ഒബ്സർവേഷനെ പറ്റിയാണ് പറയുന്നത്. അവിടെ ഈ ഒരു ഭാഗത്ത് ഗ്യാസിന് പ്രാധാന്യം തന്നെ വരുന്നില്ല, എസ്പെഷ്യലി കാഥോഡ് റേന്റെ ഭാഗത്ത്. ഏത് ഗ്യാസ് ഉപയോഗിച്ചാലും അവിടെ എന്തുണ്ടാവും? കാഥോഡ് റേസ് ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഈ കാഥോഡ് റേനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇതിന്ന് ഈ ഒരു കാര്യം കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായതാണ് ആദ്യം അദ്ദേഹം കൊടുത്ത പോയിന്റ്. അതെന്തായിരുന്നു? ദ കാഥോഡ് റേ സ്റ്റാർട്ട് ഫ്രം കാഥോഡ് ആൻഡ് മൂവ് ടുവാർഡ്സ് ദി ആനോഡ്. ഓക്കെ, റെഡി ആയല്ലോ? യൂസ് ചെയ്യുന്നില്ലേ? ഉണ്ട്. അതെവിടെയാണ്? അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഫ്ലൂറസെന്റ് മെറ്റീരിയൽ ഉണ്ട് എന്ന് പറഞ്ഞില്ലായിരുന്നു? ഇവിടെ ഒരു ഫ്ലൂറസെന്റ് മെറ്റീരിയൽ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? അതാണ് എന്ത്? സെദനസ്, സിങ്ക് സൾഫൈഡ്. കേട്ടോ, ഞാൻ അവിടെ എഴുതിയിരുന്നു, ശ്രദ്ധിച്ചോന്ന് അറിയില്ല. സിങ്ക് സൾഫൈഡ് ഞാൻ എഴുതിയിരുന്നു. കണ്ടിരുന്നു ആരെങ്കിലും ഞാൻ പറഞ്ഞ സമയത്ത്? കണ്ടിരുന്നു. ഓക്കെ, റെഡി. ഓക്കെ, അപ്പോ ഇന്ന് ഈ എടുത്തൊരു പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായി. ഓക്കെ, ഞാൻ എടുക്കുന്നത് പറയുന്നതിന്റെ സ്പീഡ് കൂടുന്നുണ്ടോ? ക്ലിയറിന്റെ പ്രശ്നം വരുന്നുണ്ട്, സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ല. ഓക്കെ, എടുക്കുന്ന മനസ്സിലാവുന്നില്ലേ? ഓക്കെ, മാഷെ നിർത്താൻ സമയമല്ലോ അല്ലേ മാഷെ? നമ്മള് 3:15 പറഞ്ഞിരുന്നത്. ഞാനിത് പറഞ്ഞപ്പോ അങ്ങനെ നീണ്ടുപോയതാ സാറേ? അതില് പ്രോബ്ലം അല്ല പക്ഷെ. അപ്പോ ഇന്ന് കെമിസ്ട്രി ഇതിന്റെ തുടക്കമാണ് മക്കളെ. അപ്പോ നന്നായിട്ട് നിങ്ങള് മലയാളം മീഡിയക്കാരും ഇംഗ്ലീഷ് മീഡിയക്കാരൊക്കെ ഉണ്ടാവുമ്പോ ഇത് ഫോളോ ചെയ്ത് പോവുക. മാത്രല്ല ഈ ക്ലാസ് ഇതിന്റെ നോട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വരും ക്ലാസ്സുകളിൽ കൃത്യമായി കിട്ടും. എന്തായാലും മാഷെ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ മാഷെ. ഓക്കെ. അപ്പൊ മക്കളെ അവസാനിപ്പിക്കാണ് ക്ലാസ്. നാളെ ക്ലാസ് ഉണ്ട്, ഇതേ സമയം തന്നെയാണ്. 2 മണിക്ക് എല്ലാരും കയറണേ. 2:15 2 മണിക്ക്. പലരും 2:15 ആവുന്നുണ്ട്. 2 മണിക്ക് അധ്യാപകർ വരുന്നുണ്ട്. നാളെ 2 മണിക്ക്. നാളത്തെ ടൈം ടേബിൾ നമ്മൾ കൃത്യമാക്കണേ ഉള്ളൂ. നാളെ നമ്മൾ ബയോളജി തന്നെയാണ് വിചാരിച്ചത്. ബയോളജിയോ മാത്സോ ആവും. ഏതെന്ന് വ്യക്തമായി നാളെ പറയാം. ഓക്കെ മാഷെ.